മിഡിൽ ഈസ്റ്റിലെ ആണവ പ്രതിസന്ധി വീണ്ടും ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുന്ന സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുതിനും തമ്മിലുള്ള അടുത്തകാലത്തെ ഫോൺ സംഭാഷണം ഒരു പുതിയ ഭൗമരാഷ്ട്രീയ വഴിത്തിരിവിനു വഴിയൊരുക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. ഇറാന്റെ ആണവ പദ്ധതിയെ ചുറ്റിയുള്ള സംഘർഷം കുറയ്ക്കുന്നതിനായി സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് മാറ്റാൻ തയ്യാറാണെന്ന് അറിയിച്ചതാണ് ഈ ചർച്ചയുടെ കേന്ദ്രം. എന്നാൽ ഈ നിർദ്ദേശം അമേരിക്കൻ ഭാഗം നിരസിച്ചതോടെ ഒരു വലിയ നയതന്ത്ര അവസരം നഷ്ടമായോ എന്ന ചർച്ചകൾ ഉയരുകയാണ്. ഇറാൻ ദീർഘകാലമായി സാമ്പത്തിക ഉപരോധങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും നേരിടുന്ന സാഹചര്യത്തിൽ അതിന്റെ ആണവ പദ്ധതി ദേശീയ അഭിമാനത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും പ്രതീകമായി മാറിയിരിക്കുകയാണ്. സമാധാനപരമായ ആവശ്യങ്ങൾക്കു വേണ്ടിയുള്ള ആണവ സാങ്കേതികവിദ്യ വികസിപ്പിക്കാനുള്ള അവകാശം ഇറാൻ പലവട്ടം ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും ഇതിനെ സുരക്ഷാ ഭീഷണിയായി കാണുന്നു. ഈ പശ്ചാത്തലത്തിലാണ് റഷ്യ മുന്നോട്ടുവച്ച നിർദ്ദേശം കൂടുതൽ പ്രസക്തമാകുന്നത്. റഷ്യയുടെ നിലപാട് ഒരു സാധാരണ ഇടപെടലല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു തുലനാക്ഷമായി സ്വയം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ്. ഇറാനിൽ നിന്നുള്ള സമ്പുഷ്ടമായ യുറേനിയം ഏറ്റെടുത്ത് അത് സിവിലിയൻ ആണവ റിയാക്ടറുകൾക്കുള്ള ഇന്ധനമാക്കി മാറ്റാമെന്ന നിർദ്ദേശം സംഘർഷം കുറയ്ക്കുന്നതിനൊപ്പം ഒരു വിശ്വാസ്യതയുള്ള മധ്യസ്ഥനെന്ന നിലയിൽ റഷ്യയെ ഉയർത്തുന്നു. ഇതിനു പിന്നിൽ റോസാറ്റം പോലുള്ള റഷ്യൻ ആണവ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങളുമുണ്ടെന്നത് നിസ്സംശയം. ഇറാൻ റഷ്യ ബന്ധം ഈ ഘട്ടത്തിൽ കൂടുതൽ ശക്തമാകുന്നതും ശ്രദ്ധേയമാണ്. പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്കെതിരെ പരസ്പരം പിന്തുണ നൽകുന്ന ഒരു തന്ത്രശാസ്ത്രീയ സഖ്യമായി ഈ ബന്ധം വളരുകയാണ്. സെർഗെയ് ലാവ്റോവ് പോലുള്ള നേതാക്കളുമായി ഇറാൻ വിദേശകാര്യ പ്രതിനിധികൾ നടത്തിയ കൂടിക്കാഴ്ചകൾ ഈ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. അമേരിക്കയേക്കാൾ കൂടുതൽ റഷ്യയെ വിശ്വസിക്കുന്ന ഇറാൻ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വിശ്വസ്തനായ ഒരു കൂട്ടാളിയെ കണ്ടെത്തിക്കഴിഞ്ഞു. ഇറാന്റെ യുറേനിയം ശേഖരത്തിന്റെ സ്വഭാവവും ഈ വിഷയത്തെ കൂടുതൽ ഗൗരവമേറിയതാക്കുകയാണ്. 3.6% നിന്ന് 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിലവിലുണ്ടെന്നാണ് വിവിധ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. 60% സമ്പുഷ്ടീകരണം ആയുധ നിലവാരത്തിലേക്ക് ഏകദേശം 90%-ന് വളരെ അടുത്ത ഘട്ടമായതിനാൽ അന്താരാഷ്ട്ര സമൂഹത്തിന് ആശങ്ക ഉണ്ടാക്കുന്ന ഘടകമാണ്. എന്നാൽ ഈ ശേഖരം റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് മാറ്റുന്നതിലൂടെ ഒരു സുരക്ഷിത ഇടനില സൃഷ്ടിക്കാനാകുമെന്നതാണ് പുതിന്റെ വാദം. എന്നിരുന്നാലും അമേരിക്ക ഈ നിർദ്ദേശം നിരസിച്ചതോടെ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു നയതന്ത്ര മാർഗം അടഞ്ഞുവെന്ന വിലയിരുത്തലുകളും ഉയരുകയാണ്. ട്രംപ് ആദ്യം റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് വ്യക്തമാക്കിയെങ്കിലും ഇത് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാൻ ഇടയാക്കാം സാധ്യതയുണ്ട്. ഒരേസമയം രണ്ട് വലിയ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യേണ്ടിവരുന്ന അമേരിക്കൻ ഭരണകൂടത്തിന് ഒരു വ്യക്തമായ തന്ത്രാത്മക നിലപാട് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നുവെന്നത് വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള സഹകരണം ഒരു സാധാരണ രാഷ്ട്രീയ ബന്ധമല്ല, മറിച്ച് ആഗോള ശക്തിസമത്വത്തിൽ ഒരു നിർണായക ഘടകമായി മാറുകയാണ്. പരസ്പര വിശ്വാസവും തന്ത്രാത്മക സഹകരണവും കൊണ്ട് ഈ ബന്ധം കൂടുതൽ ശക്തമാകുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏകാധിപത്യ സ്വാധീനത്തിന് ഒരു പ്രത്യുത്തരമായി ഇത് ഉയരുന്നു. അവസാനമായി, ഇറാന്റെ ആണവ പ്രശ്നം ഇനി ഒരു പ്രാദേശിക വിഷയമല്ല, അത് ആഗോള രാഷ്ട്രീയത്തിന്റെ ഹൃദയഭാഗത്തെത്തിയിരിക്കുകയാണ്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നത് ഭാവിയിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ തന്നെ നിർണ്ണയിക്കും. റഷ്യയുടെ മധ്യസ്ഥ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ ഒരു സമവായത്തിനുള്ള വഴി തുറന്നേനെയെന്നും എന്നാൽ ഇപ്പോൾ അതൊരു നഷ്ടപ്പെട്ട അവസരമായി മാറിയിരിക്കാമെന്നും വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു.